സ്വർണ്ണവില ഇനി എവിടേക്ക്? ഇന്നത്തെ സ്വർണ്ണവിലയും പറയാം. അതിനു മുമ്പ് എല്ലാവരോടും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരാൻ പോകുന്ന കൃത്യമായ സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ. ഇന്ത്യ റിയലിൻ്റെ പഠന റിപ്പോർട്ടാണ്. വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയുന്നതിലൂടെ സ്വർണ്ണം വിൽക്കണം വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടാവും. ആഗോള വിപണി സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത് $1798 ആഗോള വിപണി സ്വർണ്ണവില ഉള്ളത്. ഇന്ത്യൻ വിപണി കേരളത്തിലെ സ്വർണ്ണവില പറയാം. അതിന് മുമ്പ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും സംശയം ഉണ്ടാവും സ്വർണ്ണവില തകർന്ന് തരിപ്പണമായിട്ട് ആകെ ഇല്ലാതെയാകുമെന്ന്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാ ഗോൾഡ് പ്രൈസ് ഒന്ന് എടുത്ത് നോക്കൂ. ഗോൾഡ് എപ്പോഴെങ്കിലും തകർന്നിട്ടുണ്ടോ? നോക്കൂ, ആ സപ്പോർട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തേ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും സ്വർണ്ണവില തകർന്ന് തരിപ്പണമാകും എന്ന് കരുതേണ്ട എന്ന് ആദ്യമായി തന്നെ പറയട്ടെ. ഈ സ്വർണ്ണവില ഉയരുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം സ്വർണ്ണവില കുറഞ്ഞെന്ന് പറഞ്ഞാൽ കേരളത്തിൽ കുറഞ്ഞില്ല, ആഗോള വിപണിയിൽ ഇടിവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ വിപണിയിലും ഇടിവ് വന്നിട്ടുണ്ട്. അത് കുറച്ചില്ല എന്ന് മാത്രം അങ്ങനെ പറയാൻ പാടുള്ളൂ. കാരണം അതിന് മുമ്പത്തെ ദിവസം ഒരു 400-360 കൂട്ടുന്നതിന് പകരം 320 കൂട്ടിയിട്ടുള്ളൂ. ആ ഒരു കാരണമുണ്ട്. എനിവേ, ഗോൾഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഉയരുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി ഗോൾഡ് പ്രൈസ് എല്ലാവരുടെയും സംശയം, ഇനി ഇവിടുന്ന് വീണ്ടും ഉയരുമോ എന്നുള്ളതാണ്. ഇന്ത്യ റിയലിന് പറയാനുള്ളത് ഗോൾഡ് 37,000 പോവുകയാണെന്നാണ്. ഗോൾഡ് പ്രൈസ് വീണ്ടും ഉയരാൻ തന്നെയാണ് സാധ്യത. അതുതന്നെയാണ് ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോൾഡ് പ്രൈസ് വീണ്ടും ഉയരാൻ തന്നെയാണ് സാധ്യത. ഓക്കെ, രൂപയും കൂടി തകർന്ന അവസ്ഥയിലാകുമ്പോൾ വീണ്ടും 37,000 ഗോൾഡ് വന്നേക്കും. ഇനി നിങ്ങളോട് പറയാനുള്ളത്, വാങ്ങാൻ നിങ്ങൾക്ക് താഴെ അവസരം കിട്ടുമോ എന്നുള്ളതാണ്. ഈ ഒമിക്രോൺ വേരിയൻറ്റും അതേപോലെ തന്നെ നമ്പർ ഓഫ് ഡെത്തുകളും വരുന്നുണ്ട് ഇപ്പോൾ. അതേപോലെ നമ്പർ ഓഫ് കേസുകൾ കൂടുന്നുണ്ട്. UK യിലൊക്കെ ഒരുപാട് രാഷ്ട്രങ്ങൾ UK നെയൊക്കെ റെഡ് ലിസ്റ്റിലേക്കൊക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ ഗോൾഡ് പ്രൈസ് ഉയരാണ്, പക്ഷേ അധികം തകർന്നടിയില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള വിലയേക്കാളും സ്വർണം ഇതിനേക്കാളും കുറഞ്ഞ നിലയിൽ സ്വർണ്ണം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ കേരളത്തിലുള്ള ബാറ്ററി ക്ലോസ് ആയി. ഓക്കെ, ഇപ്പോൾ കേരളത്തിൽ സ്വർണ്ണവില ഉള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. 30 ഗ്രാമിന് പറയുകയാണെങ്കിൽ 4,570. അതേപോലെ പവന് പറയുകയാണെങ്കിൽ 36,560. അതെല്ലാവർക്കും അറിയാമല്ലോ. ഈ 36,560 ഒക്കെ താഴേക്ക് എന്തായാലും ഗോൾഡ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് ഈ ഒരു ഹയർ പ്രൈസിൽ വെച്ച് തന്നെ വാങ്ങണമെന്നില്ല. പക്ഷേ ഗോൾഡ് സപ്പോർട്ട് ലെവൽ ഉയർത്തി ഗോൾഡ് മുകളിലേക്ക് പോവുകയാണ്. അത് നിയർ ഫ്യൂച്ചറിൽ തന്നെ 40,000 40,000 കടക്കുമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഇത്. കൂടുതൽ ടെക്നിക്കൽ അനാലിസിസ് നടത്തി അടുത്ത സ്വർണ്ണവിലയെക്കുറിച്ച് വീണ്ടും ഇന്ത്യയിൽ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതറിയുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഞായറാഴ്ച ആയതുകൊണ്ടാണ് സ്വർണ്ണവില മാറ്റമില്ലാത്തത്.